ദുബായിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസ ലഭിക്കാൻ ഹോട്ടൽ ബുക്കിംഗും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാക്കി. ട്രാവൽ ഏജൻസികൾക്കാണ് ഇത് സംബന്ധിച്ച് ദുബായ് എമിഗ്രേഷൻ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവ സമർപ്പിച്ചില്ലെങ്കിൽ വിസയ്ക്കായുള്ള അപേക്ഷ നിരസിക്കപ്പെടും. ദുബായിൽ ടൂറിസ്റ്റ് സന്ദർശക വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയും അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളും മടക്കിയ യാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പ് സമർപ്പിക്കണമെന്നതാണ് പുതിയ നിബന്ധന. ഓൺലൈനിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ എമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ് രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. ഇപ്പോൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. ട്രാവൽ ഏജന്റ് വഴി 30 ദിവസത്തെയോ 60 ദിവസത്തെയോ സന്ദർശക വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാർകോഡുള്ള ഒരു കൺഫേം റിട്ടേൺ ടിക്കറ്റും കൺഫേമായ ഹോട്ടൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിസ പാസ്സാവുകയുള്ളൂ. അല്ലെങ്കിൽ വിസ പാസ്സാവുകയില്ല. വിസ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഫർദർ ഡോക്യുമെന്റ് റിക്വയർഡ്, റിട്ടേൺ ടിക്കറ്റ് ആൻഡ് കൺഫേം ഹോട്ടൽ റിസർവേഷൻ ഡോക്യുമെന്റ് റിക്വയർഡ് എന്ന് കാണിക്കും. അത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ വിസ പാസ്സായി വരുള്ളൂ. UAE-യിലേക്ക് സന്ദർശക വിസയിൽ വരുന്നവർ 6 മാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്കയാത്രാ ടിക്കറ്റ്, താമസിക്കാൻ ഹോട്ടലിൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖകൾ, യാത്രാ കാലയളവിൽ ചെലവഴിക്കാനുള്ള മതിയായ തുക എന്നിവ ഉണ്ടായിരിക്കണമെന്നത് നേരത്തെയുള്ള നിബന്ധനയാണ്. എന്നാൽ ഇത് വിമാനയാത്രയ്ക്ക് മുൻപായി എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. 1 മാസത്തെ വിസയിലെത്തുന്നവർക്ക് 3000 ദിർഹമാണ് കൈവശം വേണ്ടത്. 1 മാസത്തിലേറെ രാജ്യത്ത് തങ്ങാനെത്തുന്നവരുടെ കൈവശം 5000 ദിർഹം ഉണ്ടായിരിക്കണമെന്നുമാണ് വ്യവസ്ഥ. ജനം, ദുബായ്.